നിരാശ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരാശ ഉണ്ടാവും. അപ്പോൾ അത് ചില ആൾക്കാർക്ക് ദഹിക്കണമെന്നില്ല. പക്ഷേ അതെല്ലാം കാര്യം മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞാൽ ടോപ്പ് നോച്ച് സാധനങ്ങളാണ്, ഒരു രക്ഷയില്ല. വ്യക്തവും വടിവത്തതുമായ ഭാഷയിൽ എഴുതി വച്ചിട്ടുണ്ട് മുരളി ഗോപി എന്ന് പറയുന്ന ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ. നമ്മൾ ലാലേട്ടൻ്റെ ഇൻട്രോ സീന്, ആ ലാലേട്ടൻ്റെ ഇൻട്രോ സീനിൽ കത്തിക്കും മാസിനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എട്ടൺസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വൈശാഖ് പുന്നശ്ശേരി. അപ്പോൾ എമ്പുരാൻ കണ്ടിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വടാ പടം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ ഒരു മലയാള സിനിമയ്ക്കോ അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ മൂവിക്കോ, എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അവകാശപ്പെടാൻ പറ്റുന്നതിലും അപ്പുറമുള്ള ഹൈപ്പിലൂടെയാണ് ഈ ഒരു സിനിമ കടന്നു പോയത് എന്നുള്ളതാണ്. അതിനുള്ള മെയിൻ കാരണം പൃഥ്വിരാജ് എന്നുള്ള ആ ഒരു സംവിധായകനിലുള്ള മലയാളികളുടെ വിശ്വാസം തന്നെയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അതിനെ ചുറ്റിപ്പറ്റി നടന്നിട്ടുള്ള പല സംഭവ വികാസങ്ങൾ, അവസാന നിമിഷം ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറുന്നു എന്നൊരു വാർത്ത വന്നതും അതിനുശേഷം ശ്രീഗോകുലം മൂവീസ് അത് ഏറ്റെടുക്കുന്നത് വരെ എത്തി കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൊണ്ടുണ്ടാക്കിയ ഹൈപ്പ് ഒരു ഭാഗത്ത്, അതിനുശേഷം പ്രീ ബുക്കിങ്, അങ്ങനെ ഒരുപാട് ഹൈപ്പിലൂടെ ഇറങ്ങിയ ഒരു സിനിമയാണ് ഈ പറയുന്ന എമ്പുരാൻ L2E. അത്രത്തോളം ഹൈപ്പിൽ, അത്രത്തോളം പ്രതീക്ഷാ ഭാരങ്ങളുമായി തിയേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നിരാശ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരാശ ഉണ്ടാവും. നമ്മൾ ആ രീതിയിൽ എന്തോ മഹാസംഭവമാണ്, മഹാത്ഭുതമാണ് ചെയ്തു വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു നിരാശ, ഞാൻ പറയുന്നത് ചെറിയ ഒരു നിരാശ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പൃഥ്വിരാജ് എന്നുള്ള സംവിധായകനിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിലൊരു മിനിമം ഗ്യാരൻറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതിനിവിടെ ആർക്കും ഒരു തർക്കവും വേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ പലരും നെഗറ്റീവ് റിവ്യൂസ് അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചു പോയ സാധനം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് ഇപ്പോൾ ലൂസിഫർ എന്ന് പറയുന്നത് കേരളവും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മാത്രം കാണിച്ചിട്ടുള്ള ഒരു മൂവിയാണ്. നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ്. അവസാന നിമിഷമാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ള വ്യക്തി അബ്രാം ഖുറേഷി എന്നൊരു വ്യക്തിയിലേക്ക് ഒരു പരിണാമം ഉണ്ടാകുന്നത്. ഇത് പല രാജ്യങ്ങളിലുള്ള ഡ്രഗ് കാർട്ടലുകൾ, ഡ്രഗ് വാറുകൾ, അതെല്ലാം ഇതിൻ്റെ ഇടയിൽ കയറി വരുന്നുണ്ട്. കാരണം ഖുറേഷി അബ്രാം എന്ന് പറയുന്നത് സാധാരണ ഒരു സ്റ്റീഫൻ നെടുമ്പള്ളിയിലുള്ള ഒരു സാധാരണ MLA അല്ല. അവിടുന്ന് അത് മാറുമ്പോഴത്തെ ആ സ്കെയിലിന് വലിയൊരു മാറ്റമുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ ഈ നിൽക്കുന്ന ഈ ഒരു കൊച്ചു പടവലങ്ങ സ്ഥലത്ത് നിന്നും ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു മാറ്റം വലിയൊരു മാറ്റമാണ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ ചെയ്തു വയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചില ആൾക്കാർക്ക് ദഹിക്കണമെന്നില്ല. പക്ഷേ അതെല്ലാം കാര്യം മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞാൽ ടോപ്പ് നോച്ച് സാധനങ്ങളാണ്, ഒരു രക്ഷയില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ ഖുറേഷി അബ്രാമിൻ്റെ ഇൻട്രോ സീൻ തന്നെയാണ്. ലാലേട്ടൻ്റെ ഇൻട്രോ സീൻ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അതായത് മലയാളികൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇൻട്രോ സീനാണ് അവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. ഈ പൈസയൊക്കെ എവിടെ പൊട്ടി എന്നുള്ളത് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ. ഗ്രാഫിക്സ് വർക്കാണോ, അതോ അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിലൊക്കെ പോയി നടത്തിയ ഷൂട്ടിംഗ് ആണോ, എന്താണെന്നൊക്കെ നമുക്ക് തോന്നും. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി അബ്രാം ഖുറേഷിയുടെ, അതായത് ലാലേട്ടൻ്റെ ഇൻട്രോ സീൻ കാണുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഡൗട്ടെല്ലാം അങ്ങ് മാറിക്കിട്ടും. മനസ്സിലായില്ലേ? അതിനെല്ലാം പുറമെ നമ്മുടെ ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയമെന്നോ ഇന്ത്യൻ രാഷ്ട്രീയമെന്നോ എല്ലാം എന്ത് വേണോ പറയാം, അതിനെയൊക്കെ വ്യക്തവും വടിവത്തതുമായ ഭാഷയിൽ എഴുതി വച്ചിട്ടുണ്ട് മുരളി ഗോപി എന്ന് പറയുന്ന ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ. ഒന്നും പറയാനില്ല മോനെ, ഒന്നും പറയാനില്ല. നമ്മൾ ഈ 3 പാർട്ടിക്കാർക്കും പോയി കാണാൻ പറ്റിയ എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. ഇപ്പോൾ ഒരു സീൻ വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും അവന്മാർക്കിട്ട് കൊട്ടിയിട്ടുണ്ട്. തിരുവാതിര അടക്കമുള്ള എല്ലാ സാധനങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പം നമ്മൾ വിചാരിക്കും മറ്റേ പാർട്ടിക്കാരന്മാർക്കിട്ടൊരു കൊട്ട് കൊടുത്ത് കൊള്ളാം, കൈയടിക്കാം, നമുക്ക് കൈയടിക്കാം. അടുത്ത സീനിൽ അവന് കിട്ടും. അപ്പോൾ യവന്മാർ രണ്ടും കൂടെ ഒരുമിച്ചിരുന്ന് കൈയടിക്കും. അപ്പോൾ അടുത്തവനും കിട്ടും. അങ്ങനെ രാഷ്ട്രീയം എന്താണോ, കേരള രാഷ്ട്രീയം എന്താണോ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ പച്ചയായ രേഖയാണ് വരച്ച് വച്ചിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് തന്നെയാണ് അധികാരം ഒരാളിലേക്ക് കേന്ദ്രീകൃതമാകുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് ഞാനാണ് പാർട്ടി, ഞാനാണ് സംസ്ഥാനം എന്ന് പറഞ്ഞു വരുന്ന എല്ലാ ഭരണാധികാരികൾക്കും ഉള്ള ഒരു അടി തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്.
പിന്നെ ബാക്കി നമ്മളെ എന്താ പറയുക, നമ്മുടെ ഈ ടെക്നിക്കൽ വശങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ ടോപ്പ് സാധനങ്ങളാണ്, അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. അതായത് നമ്മൾ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ലോകോത്തര നിലവാരമുള്ള ഒരു സംവിധായകനിലേക്ക് മാറുകയാണ്. നമ്മുടെ ലൂസിഫർ എന്ന സിനിമയിൽ നിന്നും ലോകോത്തര നിലവാരമുള്ള, അതായത് മലയാള സിനിമയെ കൈപിടിച്ച് മാറ്റിയിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. അവിടെയും പ്രശ്നം വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ആൾക്കാരുടെ എക്സ്പെക്റ്റേഷനാണ്. അപ്പം ഇത്രയും വലിയൊരു സ്കെയിലിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ മഹാത്ഭുതങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കും. അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. മഹാത്ഭുതങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകേണ്ടതില്ല. നല്ലൊരു പടം നല്ലൊരു രീതിയിൽ, അതും ഇത്രയും വലിയൊരു ക്യാൻവാസിൽ. നമ്മൾ ലാലേട്ടനൊക്കെ ആപ്പാടെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന 3 മണിക്കൂറിൽ ഒരു 40-45 1 മണിക്കൂർ പോലും ഇല്ല. കറക്റ്റ് പറയുകയാണെങ്കിൽ 1 മണിക്കൂറൊന്നും ലാലേട്ടൻ ഈ ഒരു സ്ക്രീനിലില്ല. അതായത് അത്രത്തോളം ക്യാരക്ടേഴ്സ് ഉണ്ട്, മനസ്സിലായില്ലേ? ഈ കഥയുടെ വ്യാപ്തി അത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പം പല രീതിയിൽ പല ആൾക്കാരിലൂടെ ഈ പറഞ്ഞ ഗോവർദ്ധൻ, പിന്നെ സുരാജ് വെഞ്ഞാറമൂട് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇവരിലൂടെ എല്ലാവരുടെയും കയറി ഇറങ്ങി പോകുന്ന ഒരു കഥയാണ്. അപ്പോൾ അതിൻ്റെതായ സമയം കൊടുത്തേ പറ്റൂ. അപ്പോൾ എന്താ, നമുക്ക് നമ്മുടെ ലാലേട്ടൻ്റെ 1 മാൻ ഷോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ലാലേട്ടന് കൊടുത്തിട്ടുള്ള പരിപാടി വെടിപ്പായി ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു കാട്ടിൽ വെച്ചുള്ള ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല മോനെ, ചെയ്ത് വച്ചിരിക്കുന്നത് കാണണം. അന്യായ സീനുകളാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഈ പറയുന്നത് പോലെ ഒരിക്കലും ഒരാൾ പറയുന്നത് കേട്ട് നമ്മൾ ഒരിക്കലും ഓവർ ഹൈപ്ഡ് ആവാൻ പാടില്ല, മനസ്സിലായില്ലേ? ഈ ചെയ്ത് വച്ചിരിക്കുന്നത് എന്തോ ഒരു ഭയങ്കര സംഭവമാണ്, ഇതിനപ്പുറം ഒന്നുമില്ല എന്ന രീതിയിലൊക്കെ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ ചെറിയൊരു നിരാശ, ഞാൻ അപ്പോഴും പറയുന്നു, ചെറിയൊരു നിരാശ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും കാണേണ്ട സാധനങ്ങൾ അതിലുണ്ട്. അതായത് നമ്മൾ കുറേ നല്ല എന്താ പറയുക, ഗൂസ് ബംസ്, ഈ രോമ എഴിച്ച് നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറേ ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ചെയ്തു വച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന പ്രതീക്ഷകളുടെ അമിതഭാരവുമായി ചെന്നു കഴിഞ്ഞാൽ ചെറിയ നിരാശയ്ക്കുള്ള വകുപ്പും അവിടെ ഉണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. പടം വേറെ ലെവലാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോകണം. അത് നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സൂപ്പർ സിനിമ. അതാണ് നമ്മുടെ എമ്പുരാൻ. നമ്മുടെ വർത്തമാന കാലത്തിലുള്ള കേരളവും ഇന്ത്യയും എല്ലാം അവസ്ഥ എന്താണെന്നുള്ളത് കാണിച്ചു വച്ചിട്ടുണ്ട്. ഒന്നും പറയില്ല. മുരളി ഗോപി എന്ന റൈറ്ററും അയാൾ എന്ത് അവിടെ എഴുതി വെച്ചോ അതിനെ അതുപോലെ എടുത്ത് കാണിച്ച പൃഥ്വിരാജ് ഒന്ന് പറയുമ്പോൾ അത് 2ആക്കി കാണിച്ചു കൊടുക്കുന്ന മോഹൻലാലും, ഇതെല്ലാം കൂടെ ചേരുമ്പോഴുള്ള ആ ഒരു കൂട്ടായ വിജയമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. നെഗറ്റീവ് എന്ന് പറയാൻ വേണ്ടി ഇതിനകത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയാണ് ഇത് വലിയൊരു ക്യാൻവാസ്, വലിയൊരു സിനിമയാണ്. ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ എടുത്തേ പറ്റൂ. അതങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. അത് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് എന്നുള്ള ഒരു സംവിധായകൻ ആയതുകൊണ്ട് മാത്രമാണ് ഇത് ഈ രീതിയിൽ എത്തിയതെങ്കിലും വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും ഒരു മനുഷ്യനാണ് ഈ സംഭവം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഞാൻ പറയുന്ന നമ്മുടെ ലാലേട്ടൻ്റെ ഇൻട്രോ സീന്. ആ ലാലേട്ടൻ്റെ ഇൻട്രോ സീനിൽ കത്തിക്കും മാസിനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ മാസ് സീന് കത്തിയായി പോവാൻ. കാരണം അങ്ങനെയൊക്കെ എടുത്തു വച്ച് കത്തിയായി പോയിട്ടുള്ള ഒരുപാട് സീനുകൾ കണ്ട് നമ്മൾ പഴകിയിട്ടുള്ളതാണ്. പക്ഷേ ഇതൊക്കെ സെറ്റ് സാധനം. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇത്രയും മാത്രം മനസ്സിലാക്കുക. ലൂസിഫർ എന്ന് പറയുന്ന സിനിമ നമ്മുടെ കേരളക്കരയെ മാത്രം ഒതുങ്ങുന്ന സിനിമയാണ്. എമ്പുരാൻ എന്ന് പറയുമ്പോൾ അത് ഇൻ്റർനാഷണൽ ലെവലാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റേതായ കൊണ്ട് തന്നെയാണ് ആ പടം ചെയ്ത് വച്ചിട്ടുള്ളത്. എനിക്കൊന്ന് വേറെ ആര് ചെയ്തിരുന്നാലും ഈ സിനിമ ഇത്രത്തോളം കൊണ്ടെത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ടോപ്പ്. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വിഷയമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.